സ്വകാര്യ ബസ്സുകാർ ശരിക്കും ഒരു തൃശങ്കുവിലാണ്. ആരെ പഴിക്കണം, ആരെ പിന്തുണയ്ക്കണം എന്നറിയാത്ത അവസ്ഥ. സർക്കാർ ആർക്കൊപ്പം നിൽക്കണം. സർക്കാരിനെ അവർ വളരെ പ്രതീക്ഷയോടെ കണ്ടൊരു സർക്കാരാണ് വന്നിരുന്നത്. പിണറായി സർക്കാരിനെതിരെ അവർ ഉന്നയിച്ചിരുന്ന കടുത്ത വിമർശനങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. മുഖ്യമന്ത്രി ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല, മുഖ്യമന്ത്രി ഒന്നും മിണ്ടുന്നില്ല, പ്രതികരിക്കുന്നില്ല, ആവശ്യങ്ങൾ കേൾക്കുന്നില്ല, വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല. അങ്ങനെ 100,000 പരാതികളുണ്ടായിരുന്നു. ആ പരാതികളുടെ ഒക്കെ ഒരു ഒടുവിലാണ് തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം അവരാഗ്രഹിച്ച സർക്കാരും വന്നു. സർക്കാർ വന്നപ്പോൾ കിട്ടിയ പണി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു കട്ടപ്പണിയാണ് കിട്ടിയിരിക്കുന്നത്. കട്ടപ്പുറത്താവുന്ന പണിയാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ് ഇനി അവരുടെ മുമ്പിലുള്ള വഴി? എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥ? ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവർ സർക്കാരിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെയുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു. അതിനുശേഷം എല്ലാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷം കോഴിക്കോട്, തിരുവനന്തപുരം, അങ്ങനെയുള്ള കുറേ ജില്ലകളിലടക്കം ഭയങ്കര ആഘോഷം നടന്നിട്ടുണ്ട്. സർക്കാർ മാറിയതിൻ്റെയും ഈ പുതിയ സർക്കാർ വരുന്നതിൻ്റെ ഒരു ആഘോഷം വരെ അവർ ആഘോഷിച്ചിരുന്നു. ഗണേഷ് കുമാർ തോറ്റതിന് ലഡു വിതരണം നടത്തിയ ആൾക്കാരൊക്കെ ഉണ്ട്. അത്രയ്ക്കും വലിയൊരു സന്തോഷമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ആ സന്തോഷത്തിനൊക്കെ മങ്ങലേറ്റു എന്നുള്ളതാണ്. UDF ഒരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ പ്രിയദർശിനി പദ്ധതി. സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര അനുവദിക്കുമെന്നായിരുന്നു വാഗ്ദാനം. അതിനുശേഷം അതിനകത്ത് സർക്കാർ വെള്ളം കലർത്തിയെന്ന് നമുക്ക് ഏറെക്കുറെ പറയാം. കാരണം വെച്ചാൽ ഏകദേശം വളരെ 3000-ഓളം ബസ്സുകളിൽ മാത്രമാക്കി പ്രിയദർശിനി പദ്ധതി ആരംഭിച്ചു. എല്ലാ ബസ്സുകളിലേക്കും തുടങ്ങിയിട്ടില്ല. ഇനി വരും മാസങ്ങളിൽ ചിലപ്പോൾ അത് ഉണ്ടായേക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ പോലും സ്വകാര്യ ബസ്സുകൾ കടുത്ത പ്രതിസന്ധിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തെയാണ് നിലവിലത്തെ അവസ്ഥ സൂചിപ്പിക്കുന്നത്. ജൂലൈ മുതൽ ഇനി സർവീസ് നടത്താൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്നുള്ള സൂചനകളാണ് ബസ് തൊഴിലാളി അസോസിയേഷനുകളൊക്കെ നൽകുന്നത്. പ്രത്യേകിച്ച് കോഴിക്കോട്, വയനാട് ജില്ലകളിലുള്ള ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അവർ പറയുന്നത് ജൂലൈ മുതൽ ഞങ്ങൾക്ക് സർവീസ് നടത്താൻ സാധിക്കില്ല, ഞങ്ങൾ ബസ് കയറ്റിയിടും, അല്ലെങ്കിൽ സർവീസ് നടത്താൻ പറ്റില്ല എന്നുള്ള നിലപാടിലേക്ക് അവരെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അവർ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവർ വ്യക്തമാക്കുകയും വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. 3000 രൂപ മുതൽ 4000 രൂപ വരെയാണ് പല ബസ്സുകൾക്കും നഷ്ടം സംഭവിക്കുന്നത് ഒരു ദിവസം. തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിനിടയിലാണ് ഡീസലിൻ്റെ വില വർധനയും ഉണ്ടായത്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളിപ്പം പ്രശ്നങ്ങളെ ആയിട്ട് സ്വകാര്യ ബസ്സുകൾ നേരിടുന്നുണ്ട്. ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി വന്നതിന് ശേഷം ബസ്സുകാരിപ്പോൾ G-Form നൽകിയിട്ട് പതുക്കെ സർവീസ് താൽക്കാലികമായിട്ട് നിർത്താനുള്ള നീക്കങ്ങളാണ്. വയനാടാന്ന് തോന്നുന്നില്ലേ? വയനാട് പല സ്ഥലങ്ങളിൽ G-Form എന്ന് പറഞ്ഞത് നമ്മൾ അറ്റകുറ്റപ്പണികൾക്കൊക്കെ വേണ്ടിയിട്ട് ബസ് കയറ്റിയിടുമ്പോൾ ഈ നികുതി ആ സമയത്ത് നികുതി ഒഴിവാക്കി കിട്ടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ഫോമാണ്. അത് കൊടുത്തിട്ട് ഒരു 3 മാസത്തേക്ക് താൽക്കാലികമായിട്ട് സർവീസ് നിർത്തുകയും ഈ നികുതിയിൽ നിന്ന് സർക്കാർ ആൾറെഡി ഒരു നികുതി ഇളവ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ബാക്കിയുള്ള നികുതിയും കൊടുക്കണമല്ലോ. അപ്പോൾ ആ നികുതികളിൽ നിന്ന് താൽക്കാലികമായൊരു അളവ് കിട്ടുക എന്നുള്ള ലക്ഷ്യം വെച്ചിട്ട് പലരും G-Form കൊടുത്തു തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ ബസ്സുകളുള്ള ബസ് ഉടമകൾ അതിലെ കുറച്ച് ബസ്സുകളുടെ എണ്ണം കുറച്ചിട്ട് ഓടുന്നതിൻ്റെ സർവീസ് കുറച്ചിട്ട് ആ തരത്തിലും പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നോക്കുമ്പോൾ ഒരു 1,800 ബസ്സുകൾ കേരളത്തിലിപ്പോൾ ആ ഒരു രീതിയിൽ നിന്ന് പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ അതുകൂടാതെ G-Form നൽകി നിന്നിട്ടുള്ള ബസ്സുകൾ അങ്ങനെ ഒരുപാട് ബസ്സുകൾ, ഏതാണ്ട് കേരളത്തിലാകാൻ 11,900 സംതിങ് ബസ്സുകളാണുള്ളത്. ഈ ബസ്സുകളിൽ വലിയൊരു ഭാഗം ബസ്സുകൾ സർവീസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ സർവീസ് നിർത്തുക അല്ലെങ്കിൽ സർവീസുകളുടെ എണ്ണം കുറയ്ക്കുക, ആ തരത്തിൽ അവർ ഈ പ്രശ്നത്തെ നേരിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ നമുക്കറിയാം, ഒരു 2010 കേരളത്തിൽ 35,000 ബസ്സുകൾ ഓടിയിരുന്നു, സ്വകാര്യ ബസ്സുകൾ ഓടിയിരുന്നതാണ്. ഇപ്പം നിലവിൽ അത്രയധികം ബസ്സുകളില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ആളുകളുടെ ജീവിതശൈലിയിലും വന്ന മാറ്റങ്ങൾ, സാമ്പത്തിക ശേഷിയിലും വന്ന മാറ്റങ്ങൾ, കാറുകളും ബൈക്കുകളും ഒക്കെ എണ്ണം കൂടി. എന്നാലും ഇപ്പോൾ നടക്കുന്ന പോലുള്ളൊരു പ്രതിസന്ധിയിലൂടെ മുമ്പൊന്നും കടന്നു പോയിട്ടില്ല ബസ് ഉടമകൾ. ഇത് വളരെ കടുത്തൊരു പ്രതിസന്ധിയായിപ്പോയി. അവർ പറയുന്ന കാര്യങ്ങൾ ഒരു വലിയ ന്യായമുണ്ട്. അതിൽ തർക്കിക്കാൻ നിൽക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം അവർ പറയുന്ന ഒരു ന്യായം എന്ന് പറഞ്ഞാൽ എന്തടിസ്ഥാനത്തിലാണ്
സർക്കാർ ഉദ്യോഗസ്ഥരായിട്ടുള്ള, അതായത് സ്ഥിര വരുമാനക്കാരായിട്ടുള്ള വളരെ സേഫായിട്ടുള്ള ആളുകൾക്ക് ഈ കൺസെഷൻ കൊടുക്കുന്നു, ഈ ഇളവ് സൗജന്യം കൊടുക്കുന്നു. അവർ പറയുന്നുണ്ട് പലരും 1,00,000 രൂപയോളം അല്ലെങ്കിൽ 80,000 രൂപയോളം അതിന് മുകളിൽ ശമ്പളം വാങ്ങുന്ന സർക്കാർ ജീവനക്കാരാണ് പലരും. അവർക്കറിയാം, ഈ ബസ്സുകളെ സംബന്ധിച്ച് അവർക്കറിയാം, സ്ഥിരം കയറുന്ന യാത്രക്കാരെ പ്രൈവറ്റ് ബസ്സിനാൾക്ക് നന്നായിട്ട് അറിയാം, വ്യക്തിപരമായിട്ട് പോലും പരിചയമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുടെ ജോലി കാര്യം എന്താവും എന്നൊക്കെ അറിയാം, അവരെവിടെയാണ് വർക്ക് ചെയ്യുന്ന ഓഫീസ് കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സാലറി എത്ര ഉണ്ടെന്ന് ഏകദേശം ധാരണ എല്ലാവർക്കും ഉണ്ട്. അങ്ങനെയുള്ള യാത്രക്കാരടക്കം ഇപ്പം ഈ സൗജന്യ യാത്രയുടെ ഭാഗമായി മാറി എന്നുള്ളതൊരു വലിയ പ്രതിസന്ധിയാണ്. അതിനൊപ്പം തന്നെ ഇവർ പറയുന്നുണ്ട്, സീറോ ടിക്കറ്റ് നൽകാൻ ഞങ്ങളും തയ്യാറാണ്, കിലോമീറ്ററിന് 60 രൂപ വീതം തന്നു കഴിഞ്ഞാൽ ഞങ്ങളും അനുവദിക്കാമെന്ന് സ്വകാര്യ ബസ്സുകൾ പറയുന്നുണ്ട്. പക്ഷെ അതിനുള്ള സാഹചര്യമൊന്നും നിലവിലില്ല. കാരണം ഈ ബജറ്റിലൊരു വലിയൊരു പ്രഖ്യാപനം ഉണ്ടാവും, തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുമെന്ന് സ്വകാര്യ ബസ് അസോസിയേഷനുകളെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അന്ന് ഉണ്ടായതെന്ന് പറഞ്ഞാൽ ത്രിമാസ നികുതിയിലൊരു ഇളവുണ്ടായി എന്നാൽ ഒഴിച്ചാൽ വേറെ കാര്യമായിട്ടുള്ള ഒരു ഇളവുകൾ സ്വകാര്യ ബസ്സുകൾക്ക് നൽകിയിട്ടില്ല. അതിനൊപ്പം തന്നെ സർക്കാർ ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, ഇപ്പോഴല്ല കുറച്ച് ദിവസമായിട്ട് പറയുന്ന കാര്യമുണ്ട്. ഇപ്പോൾ ഈ പ്രതിപക്ഷത്തിൻ്റെയൊക്കെ അടക്കം ആരോപണമുള്ള സാഹചര്യത്തിൽ പ്രിയദർശിനി പദ്ധതി കൂടുതൽ ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ 100 ദിവസത്തേക്കാണ് ഒരു ട്രയൽ റൺ പോലെ കാര്യം നടക്കുന്നത്. അതിനുശേഷം കൂടുതൽ ബസ്സുകളിലേക്ക് ഈ പദ്ധതി വ്യാപിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വ്യാപിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദൂര വ്യാപക പ്രഖ്യാപനം എന്ന് പറഞ്ഞാൽ ശക്തമാണ്. സ്വകാര്യ ബസ്സുകളുടെ ഒരു കുഴിച്ചുമൂടലിനുള്ളൊരു സാഹചര്യത്തിലേക്ക് കടക്കും. കാരണം ഇത് ഭീകരമായ നഷ്ടത്തിലേക്ക് അവർ എത്തുകയും ചെയ്യും. അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഡീസൽ വില വർധനയുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ സ്പെയർ പാർട്സുകളുടെ വർധനവിന് അവിടെ ഒരു ഘടകമായിട്ടുണ്ട്. പിന്നെ തൊഴിലാളികളുടെ പണിക്കൂലി കൊടുക്കുന്ന ഒരു പ്രശ്നം അവിടെയുണ്ട്. ഈ വരുമാനമൊന്നും കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പം പലയിടത്തും കാണുന്ന ഒരു വീഡിയോയാണെങ്കിൽ റീൽസിനാണ് ബസ്സുകൾ കാലിയായിട്ട് ഓടുന്നുണ്ട്, വീഡിയോകൾ ധാരാളമായിട്ട് ഓടുന്നുണ്ട്. പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിലായിക്കോട്ടെ, ചെറിയ നഗരപ്രദേശങ്ങളിലായിക്കോട്ടെ, അവിടെയൊക്കെ പണ്ട് നിറഞ്ഞു ഓടിക്കൊണ്ടിരുന്ന സ്വകാര്യ ബസ്സുകളിൽ പലതും ഇപ്പോൾ കാലിയായിട്ട്, അല്ലെങ്കിൽ വളരെ ചുരുക്കം യാത്രക്കാർ മാത്രമായിട്ട് പോകുന്ന ഒരു ഈ റീൽസുകളും വീഡിയോകളും ഇപ്പം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ നിലവിലത് പ്രത്യക്ഷത്തിലത് പരസ്യമായി തുടങ്ങി. എന്താണ് സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ നേരിടുന്ന കടുത്ത പ്രതിസന്ധി എന്നാണെന്ന് വളരെ വ്യക്തമായി മനസ്സിലായി തുടങ്ങി. അത് ബസ് തൊഴിലാളികൾക്ക് മാത്രമല്ല, സമൂഹത്തിന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്, ഒരു അസോസിയേഷന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ജൂലൈ മുതൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കിയത്. ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ വ്യക്തമാക്കിയത് കോഴിക്കോട്, വയനാട് ജില്ലകളിലുള്ള ബസ് അസോസിയേഷനുകളാണ്. പിന്നെ മറ്റ് ജില്ലകളിലേക്കുള്ള സാഹചര്യം എത്രത്തോളം നമുക്ക് കണ്ടറിയാം. വരും ദിവസങ്ങളിൽ അവരും ഈ എല്ലായിടത്തും പ്രതിസന്ധി ഉണ്ടെന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇവർ 2 കൂട്ടർ വരുന്നുള്ളൂ എന്ന് ഉള്ളൂ. എല്ലായിടത്തും പ്രതിസന്ധി തന്നെയാണ്. തൃശ്ശൂരിലാണെങ്കിലും കോഴിക്കോടാണെങ്കിലും, കോഴിക്കോടും അതുപോലെ മലപ്പുറം ജില്ലയിലൊക്കെയാണ് കൂടുതൽ സ്വകാര്യ ബസ്സുകളുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്തും അതുപോലെ കൊല്ലത്തൊക്കെ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം താരതമ്യേന കുറവാണ്. പക്ഷേ പ്രതിസന്ധി എല്ലായിടത്തും ഒരേപോലെയാണ്. പിന്നെ ഈ ബസ്സുകൾ ഇപ്പോൾ വ്യാപിപ്പിക്കുകയാണെങ്കിൽ, ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയെ പൂർണ്ണമായിട്ടും തകർക്കുന്ന രീതിയിലായിരിക്കും ആ ഒരു തീരുമാനം എന്ന് പറഞ്ഞത്. കാരണം ഇത് 11,000 ബസ്സുകൾ, 11,900 ബസ്സുകൾ എന്ന് പറഞ്ഞാൽ അതിൽ തൊഴിലാളികൾ 10,000-15,000 തൊഴിലാളികളുണ്ട് നേരിട്ട് അതിന് കിട്ടുന്ന ആൾ. അത് കൂടാതെ ഇതിനോട് പരോക്ഷമായിട്ടുള്ള ഈ വ്യവസായത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാടുണ്ട്. വർക്ക്ഷോപ്പുകൾ, പല തരത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഇതിനെല്ലാം ബാധിക്കുന്ന വല്ലാത്തൊരു നീക്കമായിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക, അന്ധമായിട്ടുള്ളൊരു നീക്കം സർക്കാർ നടത്തുന്നതെന്നുള്ള അത്ഭുതപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരു വാഗ്ദാനം വെച്ചു പോയി. ആ വാഗ്ദാനം വയ്ക്കുന്നതിൽ ആ സമയത്ത് പ്രത്യേകിച്ച് യാതൊരു തത്വദീക്ഷയില്ലാത്ത വാഗ്ദാനം ജയിക്കുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കർണാടകയിലോ തമിഴ്നാട്ടിലോ കാര്യങ്ങൾ നോക്കിയിട്ടല്ല ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അവിടെ കുത്തകയാണ്, സർക്കാർ കുത്തകയാണ് അവിടുത്തെ. കർണാടകയിൽ ഇപ്പോൾ നിരക്ക് കൂട്ടണം എന്നുള്ള ആവശ്യമായിട്ട് അവരെ എത്തിയിട്ടുണ്ട്. 10 മുതൽ 12% വരെ വർധന അവർ ആവശ്യപ്പെടുന്നുണ്ട്. കടുത്ത പ്രതിസന്ധിയിലേക്ക് അവരും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ പിന്നെ നമുക്ക് പറയാവുന്നത് ഈ ദീർഘദൂര ബസ്സുകളിലാണ് കൂടുതലായിട്ട് സ്വകാര്യ മേഖല ഉള്ളത്. കർണാടകയിൽ ഓർഡിനറി ബസ്സുകൾ മുഴുവൻ, ആ മേഖല മുഴുവൻ കുത്തകയാണ്, അവരുടെ സർക്കാർ കമ്പനികളുടെ കുത്തകയാണ്. പക്ഷെ കേരളത്തിൽ അതല്ല സ്ഥിതി. അപ്പോൾ കേരളത്തിൽ ഇനിയിപ്പോൾ അവരെന്തെങ്കിലും പ്ലാൻഡ് ആണോ എന്നുള്ളതും പറയുന്നില്ല. അതായത് ഇനിയിപ്പോൾ കേരളത്തിലുടനീളം കർണാടകയിലൊക്കെ ഉള്ളതുപോലെ സർക്കാർ കുത്തക സ്ഥാപിക്കുക, സർക്കാർ ബസ്സുകൾ മാത്രം ഓടുന്ന ഒരു കുത്തക സ്ഥാപിക്കുകയാണെങ്കിൽ അതൊരു തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നീക്കമാണെന്ന് പറയാം. ഇവരത് അങ്ങനെയും പറയുന്നില്ല. ഇവർ വളരെ വേഗമായിട്ട് പറയുന്നു
അവിടെ ഒരു 10 ബസ്, ഇവിടെ 2 ബസ്, ഇവിടെ 3 ബസ് എന്നുള്ള നിലയ്ക്ക് പ്രിയദർശിനി ബസ്സുകൾ അനുവദിച്ചാൽ ഇത് ഈ വ്യവസ്ഥയില്ലായ്ക സൃഷ്ടിക്കുക, അരാജകത്വം സൃഷ്ടിക്കുക, ഈ മേഖലയിൽ മൊത്തം അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു നീക്കമായിട്ട് തീരാനാണ്. പക്ഷേ ഇതിൻ്റെ അത് വേറൊരു ഘടകം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ അരാജകത്വം സൃഷ്ടിക്കുന്ന ഒരു ഘടകമാണെന്ന് പറയുമ്പോൾ പോലും ഇങ്ങനൊരു ആരോപണം ശക്തമാണ്. അതായത് സർക്കാരിനെതിരെ ആരോപണം ശക്തമാണ്. അതായത് പ്രിയദർശിനി പദ്ധതി ഒരു സർക്കാർ വാഗ്ദാനത്തിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടെന്നുള്ളൊരു പ്രതിപക്ഷത്തിന് ശക്തമായൊരു ആരോപണമുണ്ട്. കാരണം സർക്കാർ പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ UDF പറഞ്ഞിരുന്നത് സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ അനുവദിക്കുന്നതാണ്. അപ്പോൾ ഭാഗികമായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്, ഏതാനും ബസ്സുകളിൽ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ആരോപണം ഇവിടെ ശക്തമായിട്ട് നിൽക്കുക, കൂടുതൽ ബസ്സുകളിലേക്ക് പദ്ധതി വ്യാപിപ്പിക്കാനല്ലാതെ കുറയ്ക്കാൻ ഒരിക്കലും സർക്കാർ തയ്യാറാകില്ല. അതിന് ഭീകരമായ നഷ്ടം ഏറെക്കുറെ അറിയാം. ഇപ്പം ഒരു ദിവസത്തിൽ 2.5 കോടിയിലധികം രൂപ നഷ്ടം സംഭവിക്കും. 700 കോടിയോളം രൂപയുടെ നഷ്ടം സംഭവിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കറിയാം ഒരു മാസം കഴിയുമ്പോൾ എത്ര രൂപയാവും. അതുമാത്രമല്ല, നമ്മളിപ്പോൾ പറയേണ്ട ഈ നഷ്ടത്തിനെ കൂടാതെ KSRTCക്ക് ഇപ്പം പെൻഷനും അതുപോലെ ശമ്പളം നൽകാനുള്ള പൈസയും കൂടെ കണ്ടെത്തേണ്ട സാഹചര്യമുണ്ട്. അതെല്ലാം സർക്കാരിൻ്റെ നാഴിക്കും സ്വാഭാവികമായിട്ടും KSRTCക്ക് പോകുന്ന അങ്ങനെ ഒരു സാഹചര്യം കൂടെ KSRTCയിലും ഉണ്ട്. അവിടെ വലിയ പ്രതിസന്ധിയുണ്ട്. മറുവശത്ത് സ്വകാര്യ ബസ്സുകളും വലിയൊരു പ്രതിസന്ധി നേരിടുന്നു. സ്വകാര്യ ബസ്സുകൾ നിന്ന് പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുന്നു. ഈ KSRTC ചിലപ്പം സർക്കാരിൻ്റെ ഫണ്ട് കൊണ്ട് കുറച്ച് നാളെല്ലാം പിടിച്ചു നിന്നേക്കാം, അല്ലെങ്കിൽ പെട്ടെന്നൊന്നും ആ പ്രസ്ഥാനം നിന്നു പോകില്ല. പക്ഷേ ഒരു ബസ്സുകളിൽ 2 ബസ് മാത്രമൊക്കെയുള്ള ഇവരുണ്ട്, ഓണേഴ്സ് ഉണ്ട്. അവരെ സംബന്ധിച്ച് ഈ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രത്യാഘാതമാണ്. പല ബസ്സുകളിൽ അവർ പറയുന്നത് ഞങ്ങൾ ഈ ലോൺ എടുത്തും അതുപോലെ തന്നെ മറ്റ് കടത്തിലൊക്കെയാണ് ഈ സംവിധാനമായിട്ട് മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു പ്രതിസന്ധിയാണ്. പക്ഷെ അവരെ പ്രതീക്ഷിച്ചത് ഇങ്ങനെയല്ല. അത് ഈ സർക്കാർ, അതായത് പിണറായി വിജയൻ സർക്കാർ മാറുമ്പോൾ വളരെ നേട്ടങ്ങൾ ഉണ്ടാവും, വളരെ പ്രഖ്യാപനങ്ങൾ അനുകൂലമായി ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ചിരുന്നു, കരുതിയിരുന്നു. അവരങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. അതിന് തന്നെയായിട്ടാണ് അവരുടെ ആഘോഷങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ സംഭവിച്ചത് ഇങ്ങനെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നേരെ തിരിച്ചടിച്ചു. ഇപ്പോൾ സ്വകാര്യ മേഖലയെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവർ സമരങ്ങളും പിന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം ആഘോഷ പരിപാടികളും നടത്തിയത്. സ്വകാര്യ മേഖലയെ തകർക്കുന്ന നീക്കത്തിലൊക്കെയാണ് സർക്കാർ പോകുന്നത്. ഇത് സഭയിൽ വെച്ച് തന്നെ ഇപ്പോൾ ഗണേഷ് കുമാറിനെ നോക്കാറും, ഗണേഷ് കുമാർ സ്വകാര്യ മേഖലയ്ക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരാളായിരുന്നു. അദ്ദേഹം വളരെ പരസ്യമായിട്ട് അത് പറഞ്ഞിട്ട് സഭയ്ക്കകത്ത് അദ്ദേഹം അതൊരിക്കൽ പറയുകയും ചെയ്തു, സ്വകാര്യ ബസ്സുകൾ ഓടുന്ന റൂട്ടുകളിലേക്ക് KSRTC ഒരിക്കലും കടന്നു കയറില്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ ഉടനെ തന്നെ മുഖ്യമന്ത്രി എണീറ്റ് വന്നിട്ട് തിരുത്തി. സ്വകാര്യ ബസ്സുകൾ ഓടുന്ന സ്ഥലത്ത് KSRTC ഓടില്ല എന്നുള്ളത് സർക്കാരിൻ്റെ നയമല്ല, നിലപാടല്ല എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം തിരുത്തി. അങ്ങനെ ഒരു തിരുത്തലുണ്ടായെങ്കിൽ പോലും നയം നടപ്പാക്കേണ്ട ആളും മന്ത്രിയാണ്. മന്ത്രി ഒരിക്കലും സ്വകാര്യ മേഖലയെ ഒഫൻഡ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള നിലപാടെടുത്തിട്ടില്ല. അയാൾ വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു നിലപാടാണ് എടുത്തുകൊണ്ടിരുന്നത്. ആ മന്ത്രിക്കെതിരെ തന്നെ വളരെ ശക്തമായിട്ടുള്ള സമരങ്ങളും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുകയാണ് അന്നത്തെ സ്വകാര്യ ബസ് ഉടമകൾ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇവർക്ക് സംസാരിക്കാൻ ആളില്ല, ആരോട് സംസാരിക്കണമെന്നറിയില്ല, പ്രതികരിക്കുന്നില്ല എന്ന് നമുക്ക് പിണറായിയെ കുറ്റപ്പെടുത്തിയിരുന്ന ആൾക്കാർക്ക് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും കിട്ടുന്നില്ല. എന്താണ് ഇനി ചെയ്യാൻ പോകുന്നത്? 3 മാസത്തേക്ക് അവർ G-ഫോം കൊടുത്തിട്ടുണ്ട്. ഈ 3 മാസം കൊണ്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവുമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നതായിട്ട് തോന്നുന്നു. കാരണം അതാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും ഒരു പരിഹാരം, ഇതിന് വഴി എന്തെങ്കിലും കണ്ടെത്തുന്നതാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ കണ്ടെടുത്തോളം സർക്കാരിൻ്റെ മുമ്പിൽ പരിഹാരങ്ങൾ ഇതിലില്ല. അവരിപ്പോൾ ഈ സ്റ്റാറ്റസ് കോ ഇതിങ്ങനെ നിലനിർത്തി അങ്ങനെ പോകാനേ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാണ് കണ്ടെടുത്തോളം തോന്നുന്നത്. കാരണം ഇതിൽ നിന്ന് പിൻവാങ്ങാൻ കഴിയില്ല, മുമ്പോട്ട് പോകാനും കഴിയില്ല. എന്നാൽ ഇതിലൊരു തത്വദീക്ഷ കൊണ്ടുവരിക, ഒരു വ്യവസ്ഥ കൊണ്ടുവരിക. ഇപ്പോൾ ഇന്ന റേഷൻ കാർഡുള്ളവർക്ക് ഇത് കൊടുക്കാം, ആ തരത്തിൽ എന്തെങ്കിലും ഒരു തത്വം കൊണ്ടുവരിക. അതിനെ പറ്റുമോ? അതിനെ പറ്റില്ലല്ലോ, ഇനി കഴിയില്ല. സർക്കാരും ശരിക്കും ട്രാപ്പിലാണ്. അപ്പോൾ എന്താണ് ഇതിന് മുമ്പോട്ടുള്ള വഴി എന്ന കാര്യത്തിൽ സർക്കാരും ജനങ്ങളും ബസ് ഉടമകളും അനിശ്ചിതത്വത്തിലാണ്, ആശങ്കയിലാണെന്ന് പറയാം. ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സന്ദീപ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം കൂടുതൽ ശമ്പളം മേടിക്കുന്ന ആൾക്കാരെയും അങ്ങനെ നമ്മൾ ഈ റേഷൻ കാർഡ് നോക്കി അല്ലെങ്കിൽ BPL APL എന്നൊക്കെ തിരിക്കുന്ന പോലെ തന്നെ
ഇനി ഇത് ഇപ്പോൾ ഒരു പ്രിയദർശിനി എന്ന പേരുള്ള അല്ലെങ്കിൽ പദ്ധതിയുടെ പേരിൽ ഇപ്പോൾ ഏതാനും ബസ്സുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ ഫാസ്റ്റ് ആണെങ്കിലും സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിലും മിന്നലോ അങ്ങനെയുള്ള ബസ്സുകളിലൊക്കെ അനുവദിക്കണമെങ്കിൽ പോലും വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ ഈ കാറ്റഗറി കൊണ്ടുവരാം. അതായത് നിങ്ങൾ ഗവൺമെന്റ് ജോലിക്കാരാണോ അല്ലേ എന്നുള്ളത് വേർതിരിച്ചൊക്കെ അറിഞ്ഞിട്ട് വല്ല കൊണ്ടുവരാൻ. അത് ചെയ്യുന്നതിൽ ജനകീയമായിട്ട് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതിഷേധം ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ അത് 100% ഉറപ്പുള്ളൊരു കാര്യമാണ്. കാരണം ഇപ്പോൾ ക്രീമി ലെയറിൽ നിൽക്കുന്ന ആളുകൾ, വളരെ സമ്പന്നരായ ആളുകൾ, അതിന് ന്യായത്തിൻ്റെ പുറത്താണ് അവർക്ക് സൗജന്യം കൊടുക്കുന്നത്. ഒരാവശ്യമില്ല. പിന്നെ ഇത് സ്ത്രീ ശാക്തീകരണം എന്നാണ് പറഞ്ഞത്. സ്ത്രീ ശാക്തീകരണം എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെയല്ല നടപ്പാക്കുക. സ്ത്രീ ശാക്തീകരണ പദ്ധതികൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ല. കേരളം അത് വളരെ എഫക്റ്റീവായിട്ട് നടപ്പാക്കിയിട്ടുള്ളതാണ്. കുടുംബശ്രീ പദ്ധതി സ്ത്രീകളെ ശാക്തീകരിച്ചത് അവരുടെ കയ്യിൽ വെറുതെ പൈസ കൊണ്ട് കൊടുത്തിട്ടില്ല, അവരെ കൊണ്ട് ജോലി എടുപ്പിക്കുക ചെയ്തത്. ഒരു ഉച്ചവരെ ജോലി കഴിഞ്ഞിട്ട് നമുക്ക് ഓർമ്മയുണ്ട് തോമസ് ഐസക് പറഞ്ഞിരുന്നത്, ഉച്ച ഒരു വീട്ടു ജോലി ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം സീരിയൽ കണ്ടും കിടന്നുറങ്ങി നേരം കളയുന്ന വീട്ടമ്മമാരുടെ, വിദ്യാഭ്യാസമുള്ള വീട്ടമ്മമാർ, അവരെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്ന നിലപാടിൻ്റെ ബേസിലാണ് ഈ കുടുംബശ്രീ വരുന്നത്. അത് വൻ വിജയമായി തീർന്നു. അതാണ് ശാക്തീകരണം എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ കുറേ സൗജന്യം അവർക്ക് കൊണ്ടുകൊടുത്തിട്ട്, അതും വളരെ ശമ്പളമുള്ള ആളുകൾ, സർക്കാരിൽ തന്നെ ഇനിയിപ്പോൾ ക്ലാസ് 4 ജീവനക്കാർ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാറ്റഗറിക്ക് കൊടുത്താൽ പോലും ഇത് അതിനും മുകളിലുള്ള ജീവനക്കാർക്ക്, അതുപോലെ സ്വകാര്യ മേഖലയിൽ തന്നെ നല്ല ശമ്പളം വാങ്ങുന്ന IT മേഖലയിലും ഒക്കെ നല്ല ശമ്പളം വാങ്ങുന്ന ജീവനക്കാർക്ക് എന്തടിസ്ഥാനത്തിലാണ് ഇത്ര വലിയൊരു എമൗണ്ട് കൊടുക്കുന്നത് എന്നുള്ളത് അതൊരു ചോദ്യം തന്നെയാണ്.